എല്ലാവർക്കും Mel&mel കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. പനിക്കൂർക്ക ചട്നിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക. മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ തന്നെ നമ്മൾ പനിക്കൂർക്ക നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പനിക്കൂർക്ക ഇല പറിച്ചെടുക്കാം. ഇതാണ് പനിക്കൂർക്ക, എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. ഞങ്ങളിവിടെ ഒരു ചട്ടിയിലാണ് പനിക്കൂർക്ക വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വലുപ്പമുള്ളതും പിന്നെ കേടൊന്നും ഇല്ലാത്തതും ഒക്കെ നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 10-25 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഇല. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം, കാരണം അതിൻ്റെ മേലെ അപ്പടി പൊടിയൊക്കെ ഉണ്ടാവും. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്ന് ഞാൻ കഴുകി വെള്ളം തോർത്തിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഒരു 10 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 10 കുഞ്ഞുള്ളി, ചുമന്നുള്ളി എന്ന് പറയില്ലേ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ഇവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അത് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ പനിക്കൂർക്ക ഇലയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ പനിക്കൂർക്ക ഇല ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വാടാൻ നിൽക്കണ്ട, ജസ്റ്റ് വാടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ചൂടാറി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിലേക്ക്. പകരം 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്ന കാര്യം മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്നി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പാൻ തന്നെ എടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കറിവേപ്പില ഒന്ന് ക്രിസ്പിയായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പനിക്കൂർക്ക ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.